എറണാകുളത്തുള്ളപ്പോഴെല്ലാം ഞാൻ എറണാകുളം ജിമ്മിലാണ് വരുന്നത്. എറണാകുളം ജിം എവിടെയാണ് വരുന്നതെന്ന് അറിയാവോ? നമ്മുടെ സൗത്ത് മെട്രോയുടെ തൊട്ടടുത്തിരിക്കുന്ന ബിൽഡിംഗാണ്. അപ്പോൾ നമുക്ക് ജിമ്മിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊന്ന് കാണാം. അനശ്വര ജെയിൻ ഉൾപ്പെടെ പല പ്രമുഖരും വർക്കൗട്ട് ചെയ്ത ജിമ്മാണ്. 1500 രൂപയാണ് ഇവിടുത്തെ അഡ്വാൻസ്. മാസം 50 രൂപയാണ് ഇവിടുത്തെ ഫീസ്. മൾട്ടിയും ഉണ്ട്, മാനുവലും ഉണ്ട്. രാവിലെ 5 മണിക്കാണ് ജിമ്മ് തുറക്കുന്നത്, 10 മണി വരെ ഉണ്ട്. ഈവനിങ് 3 മണിക്ക് തുറന്ന് രാത്രി 9:30 ജിമ്മ് ക്ലോസ് ചെയ്യും. സൺഡേ ഹോളിഡേ ആണ്. രാജഭരണകാലത്ത് കളിസ്ഥലമായി തുടങ്ങിയ സ്ഥലം പിന്നെ ജിമ്മായി മാറുകയാണ്. പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, വടംവലി, ആം റെസ്ലിംഗ് എല്ലാം ഈ ജിംനാഷ്യത്തിലുണ്ട്. 1951 ഇത് പൊതു ജിംനാഷ്യമായി മാറിയത്. ആദ്യകാലത്തെ ഫീസ് 50 പൈസയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവിടുത്തെ ഫീസ് വെറും 50 രൂപയാണ് മാസം. ഞാൻ ആദ്യത്തെ വർക്കൗട്ട് പുഷപ്പിലാണ് തുടങ്ങിയത്. 15 നമ്പേഴ്സുള്ള 10 സെറ്റാണ് ഞാൻ ചെയ്തത്. പുഷപ്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ആദ്യം ഫ്രീ ഹാൻഡ്സും സ്ട്രെച്ചിങ് എക്സസൈസും എല്ലാം ചെയ്തായിരുന്നു. അതിനുശേഷമാണ് പുഷപ്പിലോട്ട് പോയത്. പുഷപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തത് ചിന്നപ്സ് ആയിരുന്നു. 10 നമ്പേഴ്സുള്ള 5 സെറ്റാണ് ഞാൻ ചിന്നപ്പ് ചെയ്തത്. ചിന്നപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ ഉള്ള പവർ. ആ പവർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5000 സ്ക്വയർ ഫീറ്റാണ് ഈ ജിമ്മ് വർക്കിംഗ് ഏരിയ. ഇതിൻ്റെ സ്ഥാപന നേതാക്കളായ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ, AL ജേക്കബ്, ആൻ്റണി കുട്ടി, PM ഐസക്ക് തുടങ്ങിയവരാണ്. ജിമ്മ് ഫുൾ AC ആണ്. അത്യാവശ്യത്തിനുള്ള വെയ്റ്റും ഡംബൽസും ഈ ജിമ്മിൽ ഉണ്ട്. നല്ല സപ്പോർട്ടീവും ഫ്രണ്ട്ലിയുമായ ഒരു ട്രെയിനറാണ് ഈ ജിമ്മിൽ ഉള്ളത്. എന്ത് വർക്കൗട്ട് ചോദിച്ചാലും സപ്പോർട്ടോട് കൂടി തന്നെ പറഞ്ഞു തരും, പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി തരികയും ചെയ്യും. കമ്മിറ്റി അംഗങ്ങളും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല റിലേഷൻഷിപ്പാണ് ഓരോ ആൾക്കാരുടെ അടുത്തും വയ്ക്കുന്നത്. മാത്രമല്ല എനിക്ക് ഈ ജിമ്മിൽ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. ഫ്രീ ഹാൻഡ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് ബെഞ്ച് പ്രസ്സിനാണ്. ബെഞ്ച് പ്രസ് എന്ന് പറയുമ്പോൾ 20 കിലോയുടെ 2 ഡിസ്കും പ്ലസ് ബാറ് 10, 50 കിലോയുടെ പ്രസ്സിംഗ് ആണ് ഞാൻ ചെയ്തത്. അങ്ങനെ 50, 60, 70 3 സെറ്റാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല ഈ ബെഞ്ച് പ്രസ് ചെസ്റ്റ് മസിലിനെ ഭയങ്കര സ്ട്രോങ് ആക്കും. അപ്പം ജിമ്മിൽ ഒരു മേജർ എക്സസൈസാണ് ഈ ബെഞ്ച് പ്രസ് എന്ന് പറയുന്നത്. ചെസ്റ്റ് വർക്കൗട്ടിന് കൊണ്ട് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആവും, നമുക്ക് അപ്പർ ബോഡി സ്ട്രെങ്ത് വരും, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ആവും, നമുക്ക് പവർ ഡെവലപ്പ് ആവും, ബാക്ക് മസിൽസ് ഇമ്പ്രൂവ് ആവും, ബ്രീത്തിങ് കപ്പാസിറ്റി അടിപൊളിയാവും, മസിൽ ഗ്രോത്ത് ഉണ്ടാവും, ബ്ലഡ് പമ്പിങ് ഇമ്പ്രൂവ് ആവും, നമ്മുടെ കൊളസ്ട്രോൾ ലെവലെല്ലാം കൺട്രോൾ ആവും, ഷുഗർ ലെവൽസും കൺട്രോൾ ആവും. ചെസ്റ്റ് വർക്കൗട്ടിന് ശേഷം ഞാൻ പോയത് ബൈസെപ്സ് വർക്കൗട്ടിനാണ്. ബൈസെപ്സ് വർക്കൗട്ട് ഹാൻഡ് മസിൽസിനെ ഇമ്പ്രൂവ് ആക്കും. മാത്രമല്ല ബൈസെപ്സ് വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പർ ബോഡി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആക്കും, നമ്മുടെ എൽബോ പ്രോബ്ലംസൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും, നമ്മുടെ പവർ ഇമ്പ്രൂവ് ആവും. അതിനുശേഷം ഞാൻ റോപ്പ് വർക്കൗട്ടാണ് ചെയ്തത്. റോപ്പ് വർക്കൗട്ട് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. മാത്രമല്ല ബോഡി നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കും, കലോറി ബേണിങ് നല്ല രീതിയിൽ സഹായിക്കും. പക്ഷേ ഈ റോപ്പ് വർക്കൗട്ട് നമുക്ക് നല്ല പവർ, ഹാൻഡ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെയിലി ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു എക്സസൈസ് മാത്രം മതി നമ്മുടെ ശരീരം ഫുള്ളായിട്ട് ഫിറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചെറിയ ലെഗ് വർക്കൗട്ടും ചെയ്തിട്ട്, ലെഗ് വർക്കൗട്ട് ഞാൻ മിസ്സാവാറില്ല, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ലെഗ് വർക്കൗട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ നേരെ ജിം വർക്കൗട്ട് ക്ലോസ് ചെയ്തിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. സമൃദ്ധി ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 3 മുട്ടയും 1 കഷ്ണം പുട്ടും പുഴുങ്ങിയ ഏത്തയ്ക്കുമാണ് ഞാൻ കഴിച്ചത്. അതിനുശേഷം ഓഫീസിൽ പോകാൻ വേണ്ടി എൻ്റെ ഷർട്ടെല്ലാം ഞാൻ അയൺ ചെയ്തു, കുളിച്ച് റെഡിയായി വന്നതിന് ശേഷം നേരെ ഓഫീസിലെത്തി, ഓഫീസിലെ വർക്കുമായിട്ട് മുഴുകി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.